ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഒരു യാത്രയായിരുന്നല്ലോ, യാത്രയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങൾ രാവിലെ ഞങ്ങളൊന്ന് കുളിച്ചു, ഞങ്ങളൊരു അമ്പലത്തിൽ പോയി, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വനത്തിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നതാണ്. ഈ വനം, അതായത് ഇങ്ങനെ വനം കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു തേയിലത്തോട്ടവും ഈ ഗ്രാമ്പും ഒരു വെള്ളം ഒഴുകുന്ന ഒരു എന്താ പറയുക, വെള്ളം ഒഴുകുന്ന മുകളിൽ നിന്ന് ഒഴുകിയിട്ട് താഴോട്ട് പോകുന്നുണ്ട്. ഉണ്ടോ? ഇത് കാണിച്ചു. മുകളിൽ നിന്ന് ഒഴുകിയിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ഒഴുകി താഴോട്ട് വരുന്നത്. അപ്പുറത്തും തേയിലയൊക്കെ ഉണ്ട്, കൃഷി, ഗ്രാമ്പൂ, മാവ്, അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമ്പലത്തിൽ വന്നതാണ്. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ വന്നതാണ്. ഇവിടെ കറുപ്പയ്യ സ്വാമിയുടെ അമ്പലമുണ്ട്, തമിഴ്നാട്ടുകാരുടെ അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് വന്നതാണ്. ആ അമ്പലം തേടി തന്നെയായിരുന്നു ഞാൻ വന്നത്. വന്നപ്പോൾ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ വിളക്ക് കത്തിച്ചു, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് യാത്രയാവണം. അപ്പോൾ അതിനു മുമ്പ് ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. മുകളിലേക്ക് നോക്കി കോട പറക്കുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ. അതായത് മെഡിറ്റേഷനൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ നല്ല നല്ല സ്ഥലമാണ്, നല്ല പോസിറ്റീവായ സ്ഥലമാണ്. കുറച്ച് അങ്ങോട്ട് നടന്നു പോകണം കണ്ടോ, പോയിട്ട് വരണോ? നല്ല താമസമൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് അവിടെ ഒരു മരമുണ്ട്, കാറ്റാടി പോലത്തെ. അതായത് ഈ മൂന്നാറിലൊക്കെ നിൽക്കുന്ന പോലത്തെ പൈൻ മരം, കാറ്റാടി മരമാണ്. നല്ല ഭംഗിയുണ്ട് കാണാം. അതിൻ്റെ ചോട്ടിലിരുന്ന് നമുക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ എന്തെങ്കിലും പറ്റും. പക്ഷെ ഞങ്ങളിപ്പോൾ അതിനൊന്നും ചെയ്യുന്നില്ല. നല്ല കുളിച്ചിട്ട് നല്ല തണുപ്പുണ്ട്. രാവിലെ ഇത്രയും സമയമായി, പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നലെ ഞങ്ങൾ വന്ന് നല്ലവണ്ണം ഉറങ്ങി. മിനിയാന്നും അമ്പലത്തിലായിരുന്നു കിടന്ന്, ഇന്നലെ ഒരു അമ്പലത്തിലായിരുന്നു കിടന്ന്. നല്ലോണം ഉറങ്ങി. അവർ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ പൂജ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, പോന്നിട്ട് നേരെ കുളിക്കുന്ന സ്ഥലത്തേക്കാണ് വന്നത്. അവിടെ നേരെ കുളിച്ച് ഇപ്പോൾ ഫ്രീ ആയി. ഇപ്പം വന്ന് ഇവിടെ കറുപ്പയ്യ സ്വാമിയുടെ അവിടെ വന്ന് വിളക്കൊക്കെ കത്തിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഹാപ്പി ജേണി. അതായത് വന്ന ദൗത്യം, അതായത് ഒരു കുറേ നാൾ കൊണ്ട് ഞാൻ ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ഉള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ അതെന്തായാലും പൂർത്തീകരിച്ചു. അത് ഞാൻ കറക്റ്റ് കണ്ടുപിടിച്ചു, കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു. ഞാനും കണ്ണനെ കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതെന്തായാലും അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ പോലും അറിയാതെ അത് കറക്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു. അത് എൻ്റെ പരിഹാരം എന്ത് ചെയ്തു, 7 മാസത്തിലെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കണ്ടുപിടിച്ചു. അത് പരിഹരിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ പരിഹരിക്കാനുണ്ട്. അതൊക്കെ എന്താണെന്ന് വരും വീഡിയോകളിൽ ഞാൻ എന്ത് ചെയ്യാം, പറയാം. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഞാൻ എന്ത് ചെയ്യത്തില്ല, തോൽക്കില്ല. ആരുടെ മുമ്പിലും, ഒരാളെ മുമ്പിൽ തോൽക്കില്ല. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം ഞാൻ എൻ്റെ തോൽവി എപ്പോഴും സമ്മതിക്കാറുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം, അല്ലാതെ ഒരാളുടെ മുമ്പിൽ ഞാൻ തോൽക്കില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ, അതായത് എനിക്ക് ജന്മം തന്ന, എനിക്ക് ശക്തി തന്ന, എനിക്ക് കണ്ണ് തന്ന, എനിക്ക് മൂക്ക് തന്ന, എനിക്ക് ചുണ്ട് തന്ന, എനിക്ക് സംസാരശേഷി തന്ന, എനിക്ക് ശരീരത്തിൽ രക്തം തന്ന, കൈയും കാലും തന്ന, ഒന്നിനൊരു കുറവില്ലാതെ എന്നെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കാറുണ്ട്. അല്ലാതെ ഒരാളുടെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കത്തില്ല. എന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അതായത് ഉച്ചവർ, ഉടയവർ, ആരൊക്കെ കൈവിട്ടാലും എന്നെ സൃഷ്ടിച്ച ദൈവം എന്നെ കൈവിട്ടിട്ടില്ല. പണ്ടും ഞാനിങ്ങനെ പറയുമായിരുന്നു, ഞാൻ എവിടെ വെച്ച് ഞാൻ ഉറങ്ങേണ്ടി വന്നാലും ഞാൻ ഒരിക്കലും എൻ്റെ ആത്മീയ ജീവിതം വിട്ട് ഞാൻ പോകത്തില്ല. എൻ്റെ ആത്മീയ ജീവിതം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലവണ്ട കയറാനൊന്നും ഞാൻ ആരും അനുവദിക്കില്ല. ഡോണ്ട് ഡു ഇറ്റ്. ഏറ്റവും നല്ലതാണ്. ഞാൻ കെട്ടതാണെങ്കിൽ അങ്ങേയറ്റം തറയുമാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ വീഡിയോ കാണുന്നത്. പക്ഷെ എന്നാലും ഞാൻ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല. ഉപദ്രവിക്കാൻ വന്നാലോട്ട് വിടവും ഇല്ല. പക്ഷെ വളരെ അല്ല കാണാ, എന്താ പറയാനുള്ള ഇത്രയും നാളത്തെ അനുഭവത്തിനോട് ഇടയ്ക്ക് 2 വാക്ക് പറഞ്ഞോ. ഝാൻസി റാണിയുടെ അനിയത്തി കുഞ്ഞമ്മ റാണി ഇല്ലട്ടാ, എന്നേലും ചങ്കുറ്റ. ഞാനൊരു സാധുവാണ്. പക്ഷെ എനിക്ക് ജീവിത പങ്കാളിയായി കിട്ടിയത് എൻ്റെ ഭാര്യ സ്ട്രോങ് ആണ്, ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം നല്ലതിന് വേണ്ടി മാത്രമേ ഉള്ളൂ ജീവിക്കുകയുള്ളൂ, വേറെ ഒന്നിനും വേണ്ടി
അവള് ഇതാകാറില്ല. സന്തോഷം സമാധാനമായിട്ടുള്ള ജീവിതങ്ങളാണ്. ഒന്നും കൂടെ തൊട്ട് തൊഴുതിട്ട് വരട്ടെ. തൊട്ട് തൊഴുതിട്ട് എൻ്റെ കയ്യിൽ വളരെ എൻ്റെ കൈയോടല്ലേ ഇതിപ്പോൾ ഞാൻ വന്ന് കത്തിച്ചതാണ്. ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് എനിക്ക് വേണ്ടതെല്ലാം വഴി തെളിച്ച് തന്നെ. ഭഗവാനെ ഇതിലൂടെ എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വീട് അവിടെ എന്ത് ചെയ്യണം, പൂട്ടിക്കിടക്കുകയാണ്. അതിനകത്ത് എൻ്റെ ഡ്രസ്സ്, സാധനങ്ങൾ, പൂജാ കാര്യങ്ങൾ എല്ലാം അവിടെയാണ്. അത്യാവശ്യം ഡ്രസ്സ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി എല്ലാ സാമഗ്രികളും പൂട്ടിയിട്ടിരിക്കുകയാണ്. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അവിടെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം, അവിടെ ഇരിക്കട്ടെ. എത്ര കാലം പൂട്ടി വയ്ക്കുമെന്ന് ഞാനും നോക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യാം, പൂട്ടി വെച്ചിരിക്കുകയാണ്. അത് തുറക്കേണ്ട സമയത്ത് എന്ത് ചെയ്യും, തുറക്കേണ്ട സമയത്ത് തുറന്നോളൂ അല്ലേ? നേരെയാണ് കണ്ണോ? ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്വാമിയെ തൊട്ട് എഴുത് വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ അമ്പലമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊരു വഴി സൈഡിൽ വെച്ചു. അന്നും ഞാൻ ഇങ്ങനെ വരുന്നതിന് മുമ്പ്, ഞാൻ എന്താണെന്ന് എന്നെ തിരിച്ചറിയുന്നതിന് മുമ്പ് വന്നതാണ്. അപ്പോഴും ഞാൻ അവിടെയൊക്കെ ഇറങ്ങി ഒരു വഴിയിൽ ഒരു വിഗ്രഹം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിർത്തിയിട്ട് തൊഴുതിട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെ വന്നു. എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു അമ്പലവും കണ്ടു. ഞാൻ ഇവിടെ ഇറങ്ങി തൊട്ട് തൊഴുത് പ്രാർത്ഥിച്ചു. ഇനി ഞങ്ങൾ യാത്രയാവുകയാണ്. ഒത്തിരി സമയം എന്ത് ചെയ്യുന്നില്ല, നിൽക്കുന്നില്ല. ഒരു മണിയും കൂടെ എന്ത് ചെയ്യാം. അതായത് തമിഴ്നാട്ടുകാർ വെച്ചിരിക്കുന്ന അമ്പലമാണ്. തമിഴാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ട് ഒരു മണി, അതൊന്നും അടിച്ചത്. കണ്ണ ബാഗ് എടുക്കട്ടെ. പോവാന്ന്. അപ്പം ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മഴയുണ്ട് ഇവിടെ, നല്ല മഴയുണ്ട്. ശരി, ഓക്കെ, പോവാം. എല്ലാവർക്കും നല്ലൊരു ദിവസം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ വീട് അവിടെ പൂട്ടിക്കിടക്കുന്നുണ്ട്. ചന്ദനത്തിരി കത്തിച്ചു എന്നുള്ള പേരിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വീട് പൂട്ടി വെച്ചിരിക്കുന്നത്. ഒരു ബെന്തക്കോസ് പാസ്റ്ററാണ്. അവൻ്റെ പേരാണ് ജേക്കബ് എമേഴ്സൺ. അവനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വീട് പൂട്ടി വെച്ചിരിക്കുന്നത്. ഭാര്യ എൽസമ്മ. രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാണ്. ഇവൻ കത്തോലിക്കയിൽ നിന്ന് ബെന്തക്കോസിലേക്ക് വന്നപ്പോൾ ഇവനെ അടിച്ചോടിച്ച് ഇവൻ്റെ ചേട്ടനുമായിട്ടൊന്നും മിണ്ടത്തില്ല. എന്നിട്ട് ഇവൻ വിചാരിക്കുന്നത് ഇവൻ്റെ നാട്ടുകാരെല്ലാം കൂടെ ഇവന് സപ്പോർട്ടാണ് ഇവൻ ചെയ്യുന്നതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആര് വാടകയ്ക്ക് വന്നാലും ഇതുപോലെ നാട്ടുകാരെന്ത് ചെയ്യും, ഓടിച്ചു വിടും. ഇവൻ്റെ പ്രാർത്ഥനയ്ക്കൊക്കെ അവിടെ എതിരാണ്. ഇപ്പോൾ ഒരാളിപ്പം ഞാൻ ചോദിക്കട്ടെ, അവൻ എത്രയും കാശുണ്ട്, അവൻ അത്ര നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ വാടകയ്ക്ക് വരുന്ന ഒരാളെ ചുമ്മാ അയൽവാസികൾ ചൊറിയാൻ ചെല്ലുമോ? അപ്പോൾ ആ ചൊറിയാൻ ഇവൻ്റെ വീട്ടിൽ വാടകയ്ക്ക് വന്നിരിക്കുന്ന ആളുകളെ ചൊറിയാൻ ചെല്ലുമ്പോൾ നോക്കേണ്ട കടമയാരാണ്? ഇപ്പം ഞാനൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വാടകക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ വാടകക്കാരാണ്, എൻ്റെ ഉപജീവനമാണോ അത്? എൻ്റെ ഉപജീവനത്തെ കയറി കഴിയിട്ട് മാന്താൻ വരുമ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യണം? വാടകയും മേടിച്ച് തിന്നിട്ട് എന്ത് ചെയ്യണം? അവരുടെ കൂടി എന്നെ കുത്തുകയാണോ ചെയ്യേണ്ടി? ഇവൻ കാണിക്കണ അതാണ്. നമ്മളെ പൈസയും മേടിച്ച് അഡ്വാൻസും മേടിച്ച് വാടകയും മേടിച്ച് തീറ്റയും കഴിഞ്ഞിട്ടാണ് ഇവൻ ഈ തെമ്മാടിത്തരം എന്ത് ചെയ്യുന്നത്. ആരും ചെയ്യാത്ത തെമ്മാടിത്തരാണ്. അവൻ്റെ ഫോട്ടോ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. അവനെ കണ്ടാലേ അറിയത്തില്ല കള്ളനാണോ. പുറമേ അവൻ പാസ്റ്ററായിരുന്നു, അഭിനയിക്കും, പക്കാ ഉടായ്പാണ്. പിന്നെ പണ്ടൊരാൾ എൻ്റെ അടുത്ത് ഇവനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ പെണ്ണാണ് ഇവന്റെ വീക്ക്നെസ്, പെണ്ണ്. പിന്നെ ഇവന്റെ ഫ്രണ്ട്, അതായത് ഞങ്ങൾക്ക് താമസിക്കാൻ തന്ന വീടിന്റെ മുന്നിൽ ഒരുത്തനുണ്ട്, സുമിത്ത്. അവന് കല്യാണമൊന്നും കഴിക്കാൻ 50-56 വയസ്സുണ്ട്. അവന് വെള്ളം ചെന്ന് കഴിയുമ്പോ അവന് ഈ തുണിയില്ലാണ്ട് കിടക്കലും. അവനെന്ത് ചെയ്യും, വെള്ളം ചെന്ന് കഴിയുമ്പോഴത്തേനും ചേട്ടാന്ന് പറയുമ്പോഴത്തേനും ജേക്കബും ഭാര്യയും കൂടെ പരിക്കകത്ത് കയറിയിട്ട് എന്ത് ചെയ്യും, പുള്ളിക്കാരത്തിയാണെങ്കിൽ ഒരു ഷാള് പോലെ ഇടാത്ത ആണ് ഇരിക്കും.
അവൻ അത്രയും നേരം കാര്യം പറഞ്ഞ അവന്റെ എന്ന് വെച്ചാൽ അവൻ ലൈംഗിക ചേഷ്ടകളും ഈ ഒളിഞ്ഞോട്ടമാണ് കണക്ക്. അതേപോലെ തന്നെയാണ് ഇവനും ഈ പെണ്ണ് വീക്ക്നെസ് ഒളിഞ്ഞു നോട്ടം ഈ പറയുന്ന